അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യ് ചൂടായി വന്ന് കഴിയുമ്പോൾ മാഗ്നേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കണം. പിന്നെ സവോള നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പച്ചമുളക് എന്നിവ പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കണം. പിന്നെ മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായി വഴന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ ബിരിയാണി മസാലയുടെ പേക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ബിരിയാണി മസാലയുടെ പൗഡറാണ്, അജ്മി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഗരം മസാലയുടെ ഐറ്റംസുകൾ, അത് ഗ്രാമ്പു, അതുപോലെ ഏലക്ക, ഇങ്ങനെയുള്ള കറുകപ്പട്ട, ഇതൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കേടും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അത് റെഡിയാക്കി നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് ചോറ് വെക്കണം. ചോറ് ഞാൻ നെയ്ച്ചോറാണ് വെക്കുന്നത്. നെയ്ച്ചോറ് വെച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് കുക്കറിൽ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട്. ഒറ്റ വിസിലിൽ എടുക്കണം, ഇല്ലെങ്കിൽ വേവ് കൂടുതലായിട്ട് പോകും. അപ്പോൾ കറക്റ്റ് വേവ് കിട്ടണമെങ്കിൽ ഒറ്റ വിസിലിൽ എടുക്കണം. പിന്നെ നമുക്കിത് ദം ഇട്ടിട്ടുണ്ട്. ദം ഇട്ടതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ബിരിയാണി റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്